തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ് ബഡായി ബംഗ്ലാവ് എന്ന് ആര്യ. ആ പരിപാടിയിലേക്ക് എന്നെ എത്തിച്ച കുറേ പേരുണ്ട്. അതെനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമായിരുന്നു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ചാണ് അതിലേക്ക് കൊണ്ടുവന്നത്. അത് വലിയൊരു ഭാഗ്യം. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആര്യ. തിരിഞ്ഞു നോക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരേയൊരു പരിപാടി ബിഗ് ബോസ് ആണ്. അറിയാതെ കൊണ്ട് തലവെച്ചു പോയതാണ്. ഷോയ്ക്കുള്ളിൽ അതൊരു മികച്ച അനുഭവമായിരുന്നു. ആ 75 ദിവസവും അതിൽ വന്നുപെടേണ്ടായിരുന്നു. അബദ്ധമായിപ്പോയി എന്നൊന്നും തോന്നിയിട്ടില്ല. പുറത്തിറങ്ങിയപ്പോൾ തോന്നി വേണ്ടായിരുന്നു എന്ന്. അബദ്ധം പറ്റിപ്പോയി. ആ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, ടൈം ട്രാവൽ ഉണ്ടായിരുന്നെങ്കിൽ 200% അത് ഡിലീറ്റ് ആക്കുമായിരുന്നു. ഒരു പരിധിവരെ ബഡായി ബംഗ്ലാവിലെ കഥാപാത്രം ആളുകളുടെ ഉള്ളിൽ പതിഞ്ഞുപോയി. പിന്നീട് ബിഗ് ബോസിലെത്തിയപ്പോൾ ഈ കുട്ടി റിയാക്ട് ചെയ്യുന്നയാളാണ്, ഭയങ്കര ലൗഡാണ്. അങ്ങനെ വന്നപ്പോൾ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പ്രേക്ഷകരുടെ മാത്രം തെറ്റല്ല, ആ ആംഗിളിൽ മാത്രമാണ് കാണിച്ചത് ആര്യ കൂട്ടിച്ചേർത്തു. എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾക്ക് വരാൻ എളുപ്പമാണ്, വിട്ടുപോകാനാണ് ബുദ്ധിമുട്ട്. എന്നാൽ വിട്ടുപോകുന്നവരുമുണ്ട്. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ മണ്ടിയാണ്. എത്ര കിട്ടിയാലും പഠിക്കില്ല. എന്നാൽ പ്രായമാകുന്തോറും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങും. ഇപ്പോൾ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനിയൊരു പ്രണയബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ല. പ്രേമിക്കാനും ലിവിങ് ടുഗദറിനൊന്നും താല്പര്യമില്ല. ഒരു കല്യാണം കഴിച്ച് സെറ്റിലാകണമെന്ന് 3 വർഷത്തോളമായി ആലോചിക്കുന്നുണ്ട്. വീട്ടുകാരും സുഹൃത്തുക്കളും ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ടെന്നും ആര്യ പറഞ്ഞു. എനിക്ക് ഫാമിലി ഇഷ്ടമുള്ളയാളാണ്. മകൾക്കും അമ്മ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം.